നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി പരിചയപ്പെടാൻ പോകുന്നത് ഗൊറില്ല ടെക്നോളജിയെ പറ്റിയാണ്. നമ്മൾ റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറുകളിൽ ഇൻവെൻട്രി ആഡ് ചെയ്യാണ്ട്, അതായത് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാതെ തന്നെ എങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ചില സ്ഥാപനങ്ങളിൽ വലിയ ഗോഡൗണുകൾ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളായിരിക്കും, വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥാപനങ്ങളായിരിക്കും. അതിനകത്തുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. യെസ്, എസ്പെഷ്യലി ഗാർമെൻറ്റ്സ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഈ ടോയ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഷോപ്പുകൾ, ഇതൊക്കെ ഹെവി ആയിട്ടുള്ള സ്റ്റോക്ക് അവർക്കുണ്ടാവും. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൊറില്ല എന്നുള്ള സാങ്കേതികവിദ്യ റീറ്റെയിൽ ഡാഡി ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഗൊറില്ല സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തിട്ട് നമ്മളിതുപോലെ ടച്ച് ചെയ്ത് നമ്മളിവിടെ ബില്ല് ചെയ്യുകയാണ് ചെയ്യാറ്. ഇവിടെ ബില്ല് വന്നു കഴിഞ്ഞു. എന്നാൽ ഇത് ഈ കാണുന്ന പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ സോഫ്റ്റ്വെയറിനകത്തേക്ക് ആഡ് ചെയ്ത പർച്ചേസ് സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ എക്സൽ വഴിയോ ഒക്കെ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നത്. എന്നാൽ അങ്ങനെ ആഡ് ചെയ്യാതെ നമുക്കെങ്ങനെ ചെയ്യാം? അതിനു വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയാണ് ഗൊറില്ല ടെക്നോളജി. ഈ ഗൊറില്ലയിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്, മാംഗോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊരു ന്യൂ ക്ലിക്ക് ചെയ്യാം. ന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ പേരാണ് PE. ഓക്കെ, ഷോർട്ട് കോഡാണ് PEN. ഫോർ എക്സാമ്പിൾ മെയ്ഡ് ഇൻ ജർമ്മനി, അല്ലെങ്കിൽ പെണ്ണെന്ന് മാത്രം ഇട്ടാലും മതി. ഓക്കെ, എൻ്റർ അടിക്കുന്നു, സക്സസ്ഫുള്ളി സേവായി. അടുത്ത ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് പറയൂ. SH, ഷർട്ടിന് പകരമാണ്. സോറി, ഒരു പ്രാവശ്യം എൻ്റർ ചെയ്താൽ മതിയായിരുന്നു. SHIRT ഫോർ മെൻ. കണ്ടില്ലേ? ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് അടിക്കുക. നമുക്ക് SA, എൻ്റർ അടിക്കുന്നു, SARE കാഞ്ചീപുരം. ഇങ്ങനെ അടിച്ചു. കണ്ടില്ലേ? 3 പ്രൊഡക്റ്റുകളാണ് ഞാൻ ആഡ് ചെയ്തത്. ഈ 3 പ്രൊഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് 3 ലക്ഷം പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പറ്റും. യെസ്, അതാണ് ഈ സാങ്കേതികതയുടെ പ്രത്യേകത. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ പ്രൈസോ ആഡ് ചെയ്തില്ല, ഒരു സംഗതി ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഞാൻ നേരെ ഒരു സെയിൽസ് പാനലിലേക്ക് പോവുകയാണ്. നോക്കി, സെയിൽസ് പാനൽ. ഇവിടെ നമുക്ക് ഇത് ലോക്ക് ചെയ്തേക്കുക. SA 200 അടിച്ചു, പ്രൈസാണ് 200 കേട്ടോ. അടുത്തത് സാരിയാണ് SA കേട്ടോ, 300 അടിച്ചു. SA 900 അടിച്ചു. ഓക്കെ, പിന്നെ അടുത്തത് SH 800 അടിച്ചു. പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം ആഡ് ചെയ്ത പ്രൊഡക്റ്റാണ് PE, റൈറ്റ്? പെന്നിൻ്റെ 10 രൂപ. കണ്ടില്ലേ? പെന്ന് ആയിട്ടുണ്ടോ? യെസ്, ഓക്കെ, പെന്നും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്വിക്ക് പേ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ? ക്വിക്ക് പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബില്ല് വന്നു കഴിഞ്ഞു. ഈ ബില്ല് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ചെറിയ ഷോർട്ട് കോഡുകൾ അടിച്ച് അതിൻ്റെ പ്രൈസുമായിട്ടത് ഈ സാരി തന്നെ 3 എണ്ണം വന്നു. 3-ന് 3 പ്രൈസാണ്. കണ്ടില്ല? നമ്മൾ അടിച്ച പ്രൈസുകൾ, നമ്മൾ ഷോർട്ട് കോഡായിട്ട് അടിച്ച പ്രൈസുകളാണ് വന്നത്. പിന്നെ ഷർട്ട് SH എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അടിച്ചു, നമ്മൾ അതിന് 800 രൂപ ആയിട്ട് വന്നിട്ടില്ല. അവിടെ ഉള്ളത് പെന്ന് PE എന്ന് മാത്രമേ ഇട്ടുള്ളൂ, പെന്ന് മൊത്തമായിട്ട് വന്ന് പ്രൈസും വന്നു. അപ്പോൾ ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നേരെ ഇവിടെ കുത്തി നമുക്ക് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ചോദ്യം വരുന്നുണ്ട്. സെയിൽ റിപ്പോർട്ട് കിട്ടുമോ, അതോ നമുക്ക് GST റിപ്പോർട്ട് കിട്ടുമോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരാം. യെസ്, തീർച്ചയായിട്ടും നമുക്ക് ഈ എല്ലാ റിപ്പോർട്ടുകളും കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെക്കോർഡ്സിൽ പോവാം. റെക്കോർഡ്സിൽ നമുക്ക് ടാക്സ് റിപ്പോർട്ടിൽ തന്നെ പോയി കളയാം. ടാക്സ് റിപ്പോർട്ട്സ് ഉണ്ട്. ടാക്സ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ ബട്ടണുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ സെയിൽസ് രജിസ്റ്റർ ഐറ്റം വൈസ് ഇവിടെ കിടപ്പുണ്ട്. ഇത് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകൾ കാഞ്ചീപുരം സാരി, പെന്ന്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ GST കാര്യങ്ങളുണ്ടല്ലേ, GST ഉണ്ടല്ലേ, റിപ്പോർട്ടുകളെല്ലാം ഇവിടെ നമുക്ക് കാൽക്കുലേറ്റായി വന്നിട്ടുണ്ട്, A to Z. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇത് 18% GST ഇപ്പോൾ കാൽക്കുലേറ്റ് ആയത്. എന്തുകൊണ്ടാണ് 18% കാൽക്കുലേറ്റ് ആയത്? ഗൊറില്ലയിൽ ഇട്ട് സെയിൽ ചെയ്തപ്പം 28%. 14 28%. അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ ചെന്നിട്ട് സെറ്റ് ഡിഫാൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ എല്ലാം 28% ടാക്സ് അടക്കുന്നത് കണ്ടില്ലേ? നമുക്ക് സെറ്റ് ഡിഫാൾട്ട് ചെല്ലുക. നമുക്ക് നമ്മുടെ ടാക്സ് എത്രയാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. നമുക്ക് ഇവിടെ ഉണ്ട്, എല്ലാ ടാക്സ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ 12% 12 ഇട്ട് കൊടുക്കുക. നമുക്ക് ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡും ചെയ്യാം കേട്ടോ. സെറ്റ് ഡിഫാൾട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് യൂണിറ്റ്, അത് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനുള്ള യൂണിറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് ഫോർ എക്സാമ്പിൾ
പീസസ് ആണ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പീസസ് കണ്ടില്ലേ, സെറ്റ് ഡിഫാൾട്ട് കൊടുക്കുക. അതുപോലെ ടാക്സ് ടൈപ്പ് ഇൻക്ലൂസീവ് വേണോ എക്സ്ക്ലൂസീവ് വേണോ, ഇപ്പോൾ ഞാൻ ഇൻക്ലൂസീവ് ഇട്ടിരിക്കണമല്ല, സബ് കാറ്റഗറി ഏത് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനൊരു ന്യൂ ക്ലിക്ക് ചെയ്യാൻ നേരത്തുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് 12% GST പിടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് സെയിൽ ചെയ്യുന്ന നേരത്ത് 12% GST അത് കാൽക്കുലേറ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു സാങ്കേതികവിദ്യയാണ് ഗൊറില്ല ടെക്നോളജി. ഈ ഗൊറില്ല ടെക്നോളജിയിൽ ബാർകോഡ് പ്രിൻ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇതിനകത്ത്, ഫോർ എക്സാമ്പിൾ ഇതൊരു 10 പീസ് വന്നു, അപ്പോൾ നമ്മൾ ഗൊറില്ല എടുക്കുന്നു. ഇത് ഹെഡ്സെറ്റ് HE അടിച്ചു, HEADSET എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ ഈ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഏറ്റവും മുകളിൽ തന്നെ വന്നു, കണ്ടില്ലേ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് ഒരു 800 രൂപയാണെന്ന് ഇരിക്കട്ടെ. എൻ്റർ അടിക്കുക, കണ്ടില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ബാർകോഡ് വന്നു. നമ്മളത് ബാർകോഡ് ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ പോകണം. നമ്മൾ 2/1 ഇഞ്ചിൽ പ്രിൻ്റ് ചെയ്യാം. നമുക്ക് 50/24 ഇയേഴ്സ്. എത്ര പീസ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 5 ആണ് ഇത് വന്നിരിക്കുന്നത്, 5 എണ്ണം പ്രിൻ്റ് കൊടുക്കുക. കാരണം 5 ബാർകോഡ് ലെവൽ പ്രിൻ്റായിട്ട് വരും, കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ഒട്ടിക്കേണ്ടത് നമുക്ക് ഇത് 800 രൂപയാണെങ്കിൽ ഇത് 800 രൂപ കൊണ്ട് പ്രൈസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും. ഓക്കെ. ഇനി ഇതേപോലത്തെ വേറൊരു ടൈപ്പ് ഓഫ് ഹെഡ്സെറ്റ് നമുക്ക് ഒരു വേറൊരു പ്രൈസിനാണ് വന്നിരിക്കണമെങ്കിൽ നമുക്ക് ഈ പ്രൈസ് മാറ്റി പ്രിൻ്റ് ചെയ്യാം. ഗൊറില്ല ചെല്ലുന്നു, 400 രൂപയ്ക്കാണ് വന്നത്, കണ്ടില്ലേ. ഇത് 800 രൂപയുടെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ, പ്രൈസ് 400 രൂപയാണ്. അപ്പോൾ നമുക്ക് ഈ ബാർകോഡ് ഒന്ന് ഓക്കെ നമുക്കിത് എത്ര പീസ് വേണം, ഇതൊരു 6 പീസ് വേണമെങ്കിൽ 6 പീസ് അപ്ലൈ ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ 6 ബാർകോഡ് ലേബൽ ഇവിടെ പ്രിൻ്റായിട്ട് വരും. അപ്പോൾ അതിനകത്ത് 400 രൂപയാണ് പ്രൈസ്, കണ്ടില്ലേ. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും പ്രൈസ് 400 രൂപ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. ഞാൻ ചുമ്മാ ചരിച്ച് ഒട്ടിച്ചതേ ഉള്ളൂ, പൊളിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്കാൻ ചെയ്ത് കൂടി ഒന്ന് സെയിൽ ചെയ്ത് നോക്കിക്കളയാം. നമ്മൾ ആദ്യം കോഡ് അടിച്ചല്ലേ സെയിൽ ചെയ്തേ. സെയിൽ പാനലിൽ ചെല്ലുന്നു, നമ്മളിതൊന്ന് സ്കാൻ ചെയ്യാൻ പോവുകയാണ്. ഇതുണ്ടല്ലേ, ഇത് HE400. അതേപോലെ തന്നെ ഇതൊന്ന് സ്കാൻ ചെയ്യുകയാണ്. എവിടെ എൻ്റെ സ്റ്റിക്കർ പോയോ? ഓക്കെ. ഇത് 800 രൂപയാണ്. ഇതും സ്കാൻ ചെയ്തു, 2 സ്കാൻ ചെയ്തു. ക്വിക്ക് പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കിയോ, ഹെഡ്സെറ്റ് 2 എണ്ണം വന്നു. പക്ഷേ ഒരെണ്ണത്തിന് 400 രൂപ, ഒരെണ്ണത്തിന് 800 രൂപയാണ്, കണ്ടില്ലേ. ഒരെണ്ണത്തിന് 400, ഒരെണ്ണത്തിന് 800 ആണ്. നമ്മളിത് പ്രിൻ്റ് അടിക്കാം, കണ്ടില്ലേ. ഈസി ആയിട്ട് ഒരേ സാധനം തന്നെ മൾട്ടിപ്പിൾ പ്രൈസിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹെഡ്സെറ്റ് മാത്രമല്ല, മറ്റ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയമോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. വെൽക്കം ടു റീറ്റെയിൽ ഡാഡി.